ഇതാണ് ഈ ഗവൺമെന്റിന്റെ ഐശ്വര്യം. ഇവിടെ ഈ ഗവൺമെന്റിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. സതീശന് അൻവർ പറഞ്ഞ കള്ളക്കടത്ത് പ്രശ്നമല്ല, സതീശന് അൻവർ പറഞ്ഞ കൊലപാതകം പ്രശ്നമല്ല, സതീശന് അൻവർ പറഞ്ഞ മയക്കുമരുന്ന് മാഫിയ ബന്ധം പ്രശ്നമല്ല, സതീശന് സ്വർണ്ണക്കടത്തുകാരെ പൊട്ടിക്കുന്നത് പ്രശ്നമല്ല. സതീശന് പ്രശ്നം തൃശ്ശൂരിൽ BJP ജയിച്ചതാണ്. തൃശ്ശൂരിൽ BJP 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് സതീശ. അത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. തൃശ്ശൂരിലെ എല്ലാവിധ ജനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളും BJPക്ക് വോട്ട് ചെയ്തു. അത് BJPയുടെ മിടുക്കാണ് സതീശ. അതല്ലാതെ ഈ സംസ്ഥാന സർക്കാരിന്റെ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ, ഈ സംസ്ഥാന സർക്കാരിനെ രക്ഷിക്കാൻ, പിണറായി വിജയനെ രക്ഷിക്കാൻ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും മാറ്റി തൃശ്ശൂരിൽ BJP ജയിച്ചത് പൂരം കലക്കിയാണെന്ന് 24 മണിക്കൂറും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് CPM-നെയും സംസ്ഥാന സർക്കാരിനെയും രക്ഷിക്കാനുള്ള UDF-ന്റെ തന്ത്രമാണ്. പിണറായി വിജയൻ രാജിവെച്ചേ മതിയാകൂ. എത്രയോ വർഷമായി നേരിട്ട് കൊള്ള സങ്കേതം നടത്തുന്ന ഒരു ഗവൺമെന്റ് ഈ സെക്രട്ടേറിയറ്റ് ഒരു കൊള്ള സങ്കേതമായി മാറിയിരിക്കുന്നു. നേരിട്ട് കള്ളക്കടത്ത് നടത്തുന്ന ഒരു സർക്കാർ വ്യക്തമായ തെളിവുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഭരണകക്ഷിയിലെ പ്രമുഖനായിട്ടുള്ള ഒരു MLA ആണ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി രാജിവെച്ച് പുറത്തു പോകാൻ പിണറായി വിജയൻ തയ്യാറാകണം. മറ്റൊരു MLA-ക്കെതിരെ, മുകേഷിനെതിരെ ഇന്ന് ബലാത്സംഗ കുറ്റത്തിന്, പീഡന കുറ്റത്തിന് പിണറായി വിജയന്റെ പോലീസ് തന്നെ കേസെടുത്തിരിക്കുകയാണ്. പിണറായി വിജയന്റെ പോലീസ് പീഡന കുറ്റത്തിന് കേസെടുത്ത MLA ഇന്ന് സർക്കാരിന്റെ ഭാഗമായിട്ടിരിക്കുന്നു. ഇതെന്ത് വിരോധാഭാസമാണ്? സത്യത്തിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ രാജിവെച്ച് പുറത്തുപോയി ശശിയെ മുഖ്യമന്ത്രിയാക്ക്. ശശി അധോലോക ഭരണം തുടരട്ടെ. ഒന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. യുവമോർച്ച BJP പ്രവർത്തകർക്ക് നേരെയുള്ള ഈ കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കാൻ പിണറായിയുടെ പോലീസ് തയ്യാറാകണം. അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്നത് ആരാ? അജിത് കുമാറിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ. അജിത് കുമാറിനെതിരെയുള്ള ഏറ്റവും ഗുരുതരമായ കുറ്റങ്ങൾ അത് അന്വേഷിക്കേണ്ടത് അജിത് കുമാറിന്റെ ശിഷ്യന്മാരാണ്. ഇതിനൊക്കെ അടിയന്തരമായി ഇടപെടലുകൾ ഉണ്ടാകണം. പോലീസ് ഉന്നതന്മാരുടെ ക്രിമിനൽ ബന്ധം അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം. ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ മുതൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും നേതൃത്വം കൊടുക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പോലീസ് നടത്തിയ ഈ കിരാത നായാട്ടിനെതിരെ അങ്ങേയറ്റം അപലപിച്ചുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വന്ദേ മാതരം. ഈ ഭരണപക്ഷത്തിലെ ഒരു MLA തന്നെ ഏറ്റവും ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളാണ് ആരോപിച്ചത്. മാഫിയ പ്രവർത്തനം, കള്ളക്കടത്ത്, കൊലപാതകം, സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് മാഫിയ, ഇത്തരത്തിലുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഭരണപക്ഷ MLA ആയിട്ടുള്ള അൻവർ ഈ ഗവൺമെന്റിനെതിരെ ഉന്നയിച്ചത്. എന്ത് നടപടിയെടുത്തു ഈ സർക്കാർ? ഈ ഗവൺമെന്റ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ, പിണറായി വിജയന് നട്ടലുണ്ടെങ്കിൽ, ഇരട്ടച്ചങ്ക് പോട്ട് നട്ടലുണ്ടെങ്കിൽ അൻവറിനെതിരെ എന്താ നിങ്ങൾ നടപടിയെടുക്കാത്തത്? അൻവർ പറഞ്ഞത് തെറ്റാണെങ്കിൽ അൻവറിനെതിരെ നടപടിയെടുക്കണം. അൻവർ പറഞ്ഞത് ശരിയാണെങ്കിൽ അന്വേഷിച്ച് രാജിവെച്ച് പുറത്തു പോകാൻ പിണറായി വിജയൻ തയ്യാറാകണം. ഒരു ഗവൺമെന്റ് ജനങ്ങളെ കൊള്ളയടിക്കുന്ന കാഴ്ച ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഒരു ഗവൺമെന്റ് നേരിട്ട് ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. ഈ ഗവൺമെന്റിനെ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കള്ളക്കടത്തുകാർക്കൊപ്പം നിന്ന് കള്ളക്കടത്ത് സ്വർണം പങ്കുവെക്കാൻ, വീതം വെക്കാൻ മധ്യസ്ഥ വഹിക്കുന്നു. വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇത്? മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ശശി അധോലോക നേതാവായി ഈ സെക്രട്ടേറിയറ്റ് വാഴുന്ന കാഴ്ചയാണെന്ന് കാണുന്നത്. ഇതിനൊക്കെ അന്വേഷണം വേണ്ടേ? അൻവർ ഉന്നയിച്ചിട്ടുള്ള ഗുരുതരമായ പ്രശ്നങ്ങളിന്മേൽ അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാകണം. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു നിമിഷം പോലും ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരാനുള്ള യോഗ്യതയില്ല.